ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെൺകുട്ടികളുടെ യൂണിഫോമിന്റെ സ്കേർട്ടാണ് കാണിക്കുന്നത്. ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ടാണ്, പോക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്കേർട്ടിന്റെ ഇറക്കം വരുന്നത് 22 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ അരവണ്ണം വരുന്നത് 27 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മീറ്റർ തുണി അത്യാവശ്യമാണ്. ഇപ്പൊ ഇത് ഞാനൊരു 3-ാം ക്ലാസ് പഠിക്കുന്ന അത്യാവശ്യം തടിയുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ മെഷർമെന്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ അതിന് എവിടേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മെഷർമെന്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു തുണി മടക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ 2 മീറ്റർ തുണിയാണ് ഇതെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ 1 മീറ്റർ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് 1 മീറ്റർ, അങ്ങനെ 2 മീറ്റർ ടോട്ടല് നീളം. ഇതിന്റെ വീതി ഇതാണ്. ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ സെന്ററിൽ മടക്കിയിട്ട് 2 മടക്കാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു വശത്തേക്കാണ് ഇതിന്റെ ഫോൾഡ് ഇല്ലാത്ത ഇങ്ങനെ 2 പീസായിട്ട് വരുന്ന ഭാഗം വരുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു തുണി മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെയാണ് ഞാൻ ഇതിന്റെ അരവണ്ണം അടയാളപ്പെടുത്തുന്നതും. അരവണ്ണത്തിന് വേണ്ടിയിട്ട് ബോക്സ് പ്ലീറ്റ് ഇടാനുള്ള അടയാളപ്പെടുത്തുന്നത് ഈ ഒരു വശത്തും, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ ഇതിന്റെ ഇറക്കമൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെയാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇതൊരു പേപ്പറിൽ കാണിച്ചു തന്നത്. ഇനി നമുക്കിപ്പോ ഇവിടെ ആവശ്യമുള്ളത് 22 ഇഞ്ചാണ് സ്കർട്ടിന്റെ ലെങ്ത് ടോട്ടൽ ആവശ്യം. അപ്പൊ ആ 22 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് ഇതിന് പട്ട നമ്മൾ വെക്കും. അപ്പൊ ആ പട്ടയുടെ 2 ഇഞ്ച് നമുക്ക് അതിൽ നിന്ന് കുറക്കാം. അപ്പൊ 20 ഇഞ്ചായിരിക്കും വരുന്നുണ്ടാവുക. ആ 20 ഇഞ്ചിൽ കൂടി നമുക്ക് ഇതിന് താഴെ വശത്ത് ഒരു അത്യാവശ്യം നല്ല വീതിയിലാണ് നമ്മൾ ഇതിന് ബോർഡർ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ബോർഡർ വെക്കാനുള്ള തയ്യൽ തുമ്പും കൂടി നമ്മൾ ഇതിൽ കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 20 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അതേപോലെ 20 ഇഞ്ച് ഇങ്ങോട്ടേക്കും, അതേപോലെ 3 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനുള്ള ആ ഒരു ഭാഗവും 1/2 ഇഞ്ച് ഇവിടെ അതിന്റെ ഒരു തയ്യൽ തുമ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 23.5 ഇഞ്ചാണ്. അതിലൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ അരവശം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണല്ലോ തയ്ക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്ര ഇഞ്ച് എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ടോട്ടൽ ലെങ്ത് അരവണ്ണം വരുന്നത് 27 ഇഞ്ചാണ്. ടോട്ടൽ 27 ഇഞ്ചാണ് വരുന്നത്. 27ന്റെ 3 മടങ്ങ് എടുക്കുക. അതായത് 27 × 3. അപ്പൊ നമുക്ക് 81 കിട്ടും. ആ 81ൽ കൂടെ തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ചും കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് 83 ഇഞ്ച് കിട്ടും. 83 ഇഞ്ച് നമുക്ക് മൊത്തത്തിൽ വേണ്ട കണക്കാണ് കേട്ടോ. ഈ 83 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട്, അതായത് 27 ഇഞ്ചിന്റെ ഒരു ബാൻഡ് ഉണ്ടാവുമല്ലോ നമ്മളെ അരവശത്ത്, ആ ഒരു പട്ടക്ക് ടോട്ടൽ വേണ്ടത് 83 ഇഞ്ച് തുണിയാണ്. അതിന്റെ നേർ പകുതി എടുക്കുക. കാരണം നമ്മളിവിടെ മടക്കിയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. ഈ ഒരു വശത്തേക്കും ഈ ഒരു വശത്തേക്കും കൂടി കൂട്ടിയിട്ട് 83 ഇഞ്ച് വേണ്ടത്. അപ്പൊ അതിന്റെ നേർ പകുതി എന്ന് പറയുന്നത് 41.5 ഇഞ്ചാണ്. അപ്പൊ ആ 41.5 ഇഞ്ച് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. 41.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കൊരു ലൈന് വരച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു സ്കേർട്ടിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ. അപ്പൊ ഇതിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിന്റെ ഈ ഒരു ഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇതിൽ പോക്കറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ ആ പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. പോക്കറ്റ് വെക്കാതെയാണ് നിങ്ങൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്യരുത് കേട്ടോ. ഈ ഫോൾഡ് വരുന്ന ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇതിൽ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതേപോലെ നമുക്ക് 2 പീസാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിന്റെ സ്കേർട്ടിന്റെ അരവശത്ത് ബോക്സ് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള അളവുകൾ എങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇതിൽ പ്ലീറ്റ് ഇടാനുള്ള ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു പീസ് കുറച്ച് ഇറക്കിയിട്ട്, അതായത് ഒരു 1/2 ഇഞ്ച് താഴോട്ട് ഇറക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് 2 ഭാഗത്തും ഒരേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൽ കംപ്ലീറ്റ് അടയാളപ്പെടുത്തിയതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലും അടയാളപ്പെടുത്തിയാൽ മതിയാകും. പിന്നെ നമ്മൾ ഈ ഒരു പ്ലീറ്റ് അടയാളപ്പെടുത്തുന്നത് നല്ല വശത്ത് അടയാളപ്പെടുത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ അപ്പോഴും നമുക്ക് ആ പ്ലീറ്റ് ഇട്ട് പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല വശത്ത് അടയാളപ്പെടുത്തിയാലും കുഴപ്പമില്ല. കാരണം നമ്മളൊരു 1/2 ഇഞ്ച് ഇവിടുന്ന് തയ്യൽ തുമ്പ് പോകുമല്ലോ. നമ്മൾ ഈ ഒരു വശത്ത് നമ്മൾ പട്ട വെക്കുമ്പോൾ അത് ഇതിന്റെ ഉള്ളിലേക്കായിട്ട് പോകും. അപ്പൊ അത് കാണുമൊന്നുമില്ല. ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് ആദ്യം നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ തയ്യൽ തുമ്പിന് വിട്ട ആ 1 ഇഞ്ചാട്ടോ. ഞാനിവിടെ 2 ഇഞ്ച് ഇതിന് തയ്യൽ തുമ്പ് കൊടുത്തത്. ഇവിടെ ഒരു 1 ഇഞ്ചും ആ വശത്തേക്ക് 1 ഇഞ്ചും. കാരണം നമ്മൾ ഇത് പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൾഡ് വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തതാണ്. ഇവിടെയും നമുക്ക് 1 ഇഞ്ച് പോകും, ആ മറ്റേ അറ്റത്തും നമുക്ക് 1 ഇഞ്ച് പോകും, പോക്കറ്റ് വെക്കുന്ന ആ ഒരു ഭാഗത്തും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തത്.
ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു 1 ഇഞ്ച് നമുക്ക് ഈ ഒരു പീസിലേക്കും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതേപോലെ ഈ ഒരു 3 ഇഞ്ച് നമുക്ക് ഈ ഒരു പീസിലേക്കും 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അങ്ങനെ ഈ 3 ഇഞ്ച് വീതി വിട്ടിട്ട് നമ്മൾ ഇതേപോലെ പോയിന്റുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ഇവിടെ മുതൽ ആ അറ്റം വരെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മളിത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ആദ്യം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ വിട്ടു. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് നമ്മൾ തൊട്ടടുത്ത് കാണുന്ന പോയിന്റ് ഏതാണോ അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിൽ ഒരു പിന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ടൈമിലും ഇങ്ങനെ വെച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്ന് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത കാണുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇതേപോലെ. ഇനി നമുക്ക് തൊട്ടടുത്ത് കാണുന്ന പോയിന്റ് ഈ പോയിന്റിലേക്കാണ് വെച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈ പോയിന്റിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് കാണുന്ന ഈ ഒരു പോയിന്റ് ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും ഇങ്ങനെ വെക്കുക, ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് വെക്കുക. ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും അങ്ങനെ വരുമ്പോഴാണ് ഇത് ബോക്സ് പ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതേപോലെ ഇനി ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് വെച്ചിട്ട് പിൻ ചെയ്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് വെച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മളിത് ബോക്സ് പ്ലീറ്റ് ഇട്ടെടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഒരു വശത്തേക്കുള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസും കൂടി ഉണ്ടല്ലോ, ഇതിന് ചെയ്തെടുക്കണം. അപ്പൊ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ അരഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇത് രണ്ടും ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് വശത്തേക്കും ബോക്സ് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കണം. ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് തയ്ക്കാനുള്ളതാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു വശത്തേക്കാണ് നമ്മൾക്ക് ഓപ്പൺ വന്നിട്ട് നമ്മൾ കൊളുത്ത് വെച്ച് കൊടുക്കുന്ന ഭാഗം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ പോക്കറ്റ് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പീസ് എടുക്കണം. ഇപ്പൊ ഇതില് 6 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ 8 ഇഞ്ച് നീളമുള്ള 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 പീസ് നമ്മൾ ഇതിലേക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല വശം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. അത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പോക്കറ്റിന്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ മുകളിലും ഇത് ഇങ്ങോട്ടേക്കും ഇങ്ങനെ 2 പീസ് ഇതിൽ വെച്ച് കൊടുക്കണം. ഇവിടെ നിന്ന് താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 1 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഈ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ പോക്കറ്റിന്റെ ഒരു സൈഡ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ കൂടി നമ്മൾ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിടും. എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പീസിലും ചെയ്തെടുക്കുന്നത്. ഇത് ഇതിന്റെ മുകളിൽ വരാനുള്ള പീസാണ്. ഈ പീസിന്റെ മുകളിലും നമ്മൾ ഇതേപോലെ ഇതിന്റെ ഈ 8 ഇഞ്ച് നീളം വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക. ഇതേപോലെ വെച്ചു കൊടുക്കുക. ഇവിടെയും 1 ഇഞ്ച് താഴോട്ടേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ 1 ഇഞ്ച് താഴേക്ക് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഇതും നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോക്കറ്റിന്റെ മുകളിലേക്ക് നമുക്ക് ഈ പോക്കറ്റും ഇതേപോലെ നല്ല വശം ചേർത്തിട്ട് വെക്കാം. അപ്പൊ നമ്മളിത് ഇപ്പുറത്തേക്കും മറിച്ച് തയ്ച്ചു, ഇത് ഇപ്പുറത്തേക്കും മറിച്ച് തയ്ച്ചു. അതിന്റെ മുകളിൽ ഒരു പതിച്ച ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും നമ്മൾ ഇതിന്റെ മുകളിൽ കറക്റ്റ് ഇതേപോലെ ഒപ്പം വെച്ചു കൊടുക്കുക. ഇതേപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഈ പോക്കറ്റിന്റെ ഇവിടുന്ന് നേരെ ഒരു 1/2 ഇഞ്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നമുക്ക് ഇതേ കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. എന്നിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ഇവിടെ നിർത്തുക. പിന്നെ നമുക്ക് ഈ പോക്കറ്റിന്റെ ഇത് എത്രയാണോ വേണ്ടത് ലെങ്ത്, ആ ഒരു ലെങ്ത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാണ്. എന്നിട്ട് ഈ പോക്കറ്റിന്റെ ഇവിടുന്ന് 1/2 ഇഞ്ച് ഇവിടെ താഴെ വരെ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്.
പിന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നു. പിന്നെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ നിർത്തി. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് വരാം. ശേഷം നമ്മൾ ഇതിന്റെ പോക്കറ്റിന്റെ നമുക്ക് കൈയിടാനുള്ള ആ ഒരു ഭാഗം എത്ര ഇഞ്ച് വേണം നോക്കാം. ഞാനിവിടെ ഒരു 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 4.5 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് നീളത്തിൽ നമ്മൾ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പോക്കറ്റിന്റെ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കാം. ഈ ഒരു ലൈന് വരുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരെ ഇവിടെ നിർത്തുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുക. ഇവിടെ നമുക്ക് ഒരു 4.5 ഇഞ്ച് പോക്കറ്റിലേക്ക് കൈയിടാനുള്ള ഒരു ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതേപോലെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ടോട്ടൽ ഇവിടെ 1/2 ഇഞ്ചും ഇവിടെ ഒരു 1/2 ഇഞ്ചും അങ്ങനെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് നമുക്ക് ഇവിടെ പോയി. ഇനി ബാക്കി 1 ഇഞ്ച് തയ്യൽ തുമ്പുള്ളത് ഈ ഇപ്പുറത്തെ വശത്താണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു വശത്ത് നമുക്ക് 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെ അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇത് കൂട്ടി ജോയിൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്ക് അതാണ് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തത് കേട്ടോ. ഈ പോക്കറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഓപ്പൺ ഇട്ടിട്ട് ഇവിടെ തയ്ച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി എടുത്തത്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ആകെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മൾ പോക്കറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ പോക്കറ്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതാ ഇവിടെ പോക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ പോക്കറ്റ് വരുന്നത് സെന്ററിൽ. ഇതൊരു സൈഡിലേക്കായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്കിതിന് പട്ട പിടിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ 27 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് പട്ട നമുക്ക് ഇതിന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാനിവിടെ 27 ഇഞ്ച് അരവണ്ണവും അതിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 28 ഇഞ്ച് നീളവും അതേപോലെ തന്നെ നമുക്ക് പട്ട വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചാണല്ലോ നമ്മുടെ പട്ടയുടെ വീതി എന്ന് പറയുന്നത്. ആ 2 ഇഞ്ചും അത് ഒരു വശത്തേക്ക് 2 ഇഞ്ച്, മറ്റേ വശത്തേക്ക് ഒരു 2 ഇഞ്ചും കൂടി, അങ്ങനെ 4 ഇഞ്ച് പട്ടയുടെ വീതി. പിന്നെ പട്ടയുടെ ഈ ഒരു വശത്തും ഈ ഒരു വശത്തും നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വീതം വേണം. അപ്പൊ അതിലേക്ക് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 5 ഇഞ്ച് വീതി വരുന്ന പട്ടയാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ 5 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് കംപ്ലീറ്റ് വീതിയിൽ നമുക്ക് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് 28 ഇഞ്ച് നീളമുള്ള ഒരു പട്ട നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മള് ഇപ്പൊ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പട്ട ഉണ്ടല്ലോ, 5 ഇഞ്ച് വീതിയിലെടുത്ത പട്ട, ആ പട്ട നമ്മൾ ആദ്യം ഇതിന്റെ ചീത്ത വശം എടുക്കുക. ഉള്ളില് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ച് തയ്ക്കാൻ കേട്ടോ ചെയ്യുക. ഇവിടെ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇങ്ങനെ തയ്ക്കുക. എന്നിട്ട് ഇത് ഇപ്പുറത്തേക്ക് മറിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പട്ട തയ്ച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മളിത് പട്ട തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തിടണം കേട്ടോ ലാസ്റ്റ്. അപ്പോഴാണ് ഇതിന്റെ ഒരു വൃത്തി നമുക്ക് അറിയുള്ളൂ. ഇനി ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതില് ബെൽറ്റ് ഇടാനുള്ള ആ ഒരു ഭാഗം നമ്മൾ ഇതിൽ പിടിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ വീതിയും അതേപോലെ തന്നെ 4 ഇഞ്ച് നീളമുള്ള ഓരോ പീസുകൾ നമ്മൾ എടുക്കുക. എന്നിട്ട് അത് ഇതിന്റെ ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്കും 1/2 ഇഞ്ച് വീതം ഇങ്ങനെ മടക്കുക. 1/2 ഇഞ്ച് അല്ല, അതിന്റെ സെന്ററിലേക്ക് ഇതേപോലെ 2 വശവും മടക്കിയിട്ട് അതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലത്തെ പീസുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എവിടേക്കാണോ ബെൽറ്റ് വേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇടവിട്ട് ഓരോ പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ഈ പട്ട വരുന്നുണ്ടല്ലോ, പട്ട വരുന്നതിന്റെ കുറച്ച് പട്ടന്റെ ഒപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ താഴേക്ക് വെക്കുക. ഇങ്ങനെ വെച്ചു കൊടുക്കുക. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതേപോലെ പട്ടയുടെ തൊട്ട് അടുത്തുനിന്ന് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് താഴേക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മറിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ സ്റ്റിച്ച് ഉള്ളിലായിരിക്കും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് നമ്മൾ ഇത് ഇവിടെയും ഇതേപോലെ ഇതിന്റെ ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിന്റെ എവിടേക്കാണോ ഈ ബെൽറ്റ് വെക്കാനുള്ള ഈ ഒരു പടി വേണ്ടത് അത് നമ്മൾ എല്ലാ ഭാഗത്തും എവിടേക്കാണ് വേണ്ടത് അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു മിഡിയിൽ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതോട് ഞാൻ അത് വെച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിലാണ് വെച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ഈ 2 സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് വിടുക. മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വരുന്ന വശം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒരല്പം ഇതേപോലെ 1/4 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെയും ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെയും നമ്മൾ തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഓപ്പൺ തയ്ക്കുന്ന പോലെ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം.
ഇപ്പൊ നമ്മൾ ബോക്സ് പ്ലീറ്റഡ് മിഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ താഴെ വശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഇതിന്റെ അരവശത്ത് ഒരു ഹുക്കും കൂടി വെച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ അടിവശം ഇനി തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു 1/2 ഇഞ്ച് ആദ്യം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക. ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ആദ്യം തയ്ക്കുക. പിന്നീട് നമ്മൾ ഇതൊരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി വെച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മളിത് തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. ശേഷം നമ്മൾ ഇതേപോലെ 3 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് താഴെവശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളെ ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചിട്ടുള്ളത്. ഈ താഴെവശത്ത് നമ്മളൊരു 3 ഇഞ്ച് പട്ട പോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോഴാണ് ഈ മിടിക്ക് ഒരു വൃത്തി കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടും. ഇതേപോലെ പോക്കറ്റൊക്കെ നമുക്ക് അയൺ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി വൃത്തിയിൽ നിൽക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഹുക്ക് വെക്കുന്നത്. പിന്നെ ഈ ഒരു വശത്ത് അതിൻ്റെ കൊളുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്നും ഇവിടെ ഒരു 1 ഇഞ്ച് വിട്ടിട്ട് അപ്പുറത്തും അങ്ങനെ നമുക്കതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി 2 എണ്ണം വെച്ച് കൊടുക്കാം. അത് ഞാനിതിൽ വെച്ചിട്ടില്ല. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്